എണീറ്റ് ഫ്രഷായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൻ കെയറാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം ഉള്ളൂ. ഇനി നോക്കി നിൽക്കാൻ ടൈമില്ല. ഇനി നമ്മുടെ വർക്കൗട്ട് ടൈം. பெண்ணென்று கேலி செய்த கூட்டம் ஒரு நாள் உன்னை வணங்கிடும் உயர்ந்து நில்லு. அன்னை தங்கை மனைவி என்று நீ மடித்த வியர்வை முந்தன் பாதைக்குள் பற்றும் அந்த தீயை அணைக்கும் நீ பயமின்றி துணிந்து செல்லு. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ ചൂട് ചായ അത് നിർബന്ധം. അതും കുടിച്ചുകൊണ്ടുള്ള ആ ഇരിപ്പ്, അത് കഴിയുമ്പം ചൂട് കടലക്കറിയും ചൂട് ഇടിയപ്പവും ചേർത്തൊരു പിടിയുണ്ട്. അതങ്ങ് കുഴച്ച് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ്, ആ ചൂട് ഇടിയപ്പവും ചൂട് കടലക്കറിയും, അതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കേണ്ടത്. ഇനി കുറച്ച് ഷോപ്പിംഗ് ടൈം. ഉച്ചയായി. ഇനി നമുക്ക് നമ്മളെ ചോറ് കഴിക്കാം. ചോറും അതിൻ്റെ കൂടെ ഒരു മീൻകറിയും പിന്നെ ഒരു മെഴുക്കുവരട്ടിയും പിന്നെ ഒരു മീൻ വറുത്തയും ചേർത്ത് പിന്നെ ഒരു അടിയുണ്ട്. അതൊക്കെ ചേർത്താണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡ്. അങ്ങ് വൈകുന്നേരം ആയപ്പം ചൂട് ചായയും ചൂട് കട്ട്ലേറ്റും പിന്നെ പപ്സും കൂടെ ചേർത്ത് ഒരു പിടിയായിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോഴാണ് തോന്നിയത് നമ്മളെ മീൻകുട്ടന്മാർക്ക് കുറച്ച് തീറ്റി ഇട്ട് കൊടുത്ത് അതുങ്ങളുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യണം. ഞാൻ തീറ്റി ഇട്ട് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് കൊത്തിക്കൊണ്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ എന്നെ വന്ന് നോക്കും. പിന്നെ ആ താമരേൻ്റെ ഇടയിൽ കിടന്ന് കളിയായിരുന്നു ഞാൻ കാണാതിരിക്കാൻ വേണ്ടി. ഒക്കെ കഴിഞ്ഞ് പുറത്തൂടെ പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പൂവൊക്കെ നല്ലപോലെ വിടർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ കുറച്ച് ഫോട്ടോസും എല്ലാം എടുത്ത് വിളക്കൊക്കെ കത്തിച്ച് അത് കഴിയുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സീരിയൽ ഉണ്ണികടമതിയാണ്. അത് മാത്രമാണ് ഞാൻ കാണുന്ന സീരിയലും കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ എഡിറ്റിംഗ് പരിപാടിയിലേക്ക് കടന്നു.
ഇന്നത്തെ എല്ലാ കാര്യവും കഴിഞ്ഞ് ഇനി സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങണം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.